ഡ്രാഗൺ വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി 2 ചക്ക കൊണ്ടുവന്ന് മുറിച്ചപ്പോഴത്തേക്കിനും വിളഞ്ഞ ചക്കയായിരുന്നു. അപ്പോൾ സാന്ദ്ര പറഞ്ഞു എന്നാൽ നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന്. ഞാൻ പറഞ്ഞു ശരി എന്നാൽ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന്. ചക്കയൊക്കെ മുറിച്ച് സാന്ദ്ര ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല വിളഞ്ഞ ചക്കയായിരുന്നു കേട്ടോ. ചക്കയൊക്കെ അരിഞ്ഞ് സെറ്റാക്കുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ആ സമയത്ത് ഒരു ചെറിയൊരു പാട്ടൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചക്കപ്പുഴുക്കിന് ചേർക്കേണ്ട പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകം, തേങ്ങ ചിരണ്ടിയത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇടികല്ലിലോട്ട് ജീരകവും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് ഇടിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ അങ്ങോട്ട് കറിവേപ്പില ഇട്ട് നല്ലപോലെ അങ്ങോട്ട് ഇടിക്കുക. ഇടിച്ച് പേസ്റ്റ് പരുവത്തിലായതിനു ശേഷം തേങ്ങ ഫില്ല് ചെയ്യുക. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇടിച്ചതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. കഴുകി വൃത്തിയാക്കി അപ്പച്ചമ്പിനകത്തോട്ട് ചക്ക അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അരപ്പ് അങ്ങോട്ട് ചേർക്കുക. ഈ അരപ്പ് കഴുകിയ വെള്ളം നല്ലപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. അതിനുശേഷം അപ്പച്ചമ്പിൻ്റെ മൂടി കൊണ്ട് മൂടി വയ്ക്കുക. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് സെറ്റായിട്ടുണ്ട്. സാന്ദ്ര നല്ലപോലെ തവി കൊണ്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുകയാണ്. നല്ല കുഴച്ച് നല്ല അടിപൊളിയാക്കി നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഈ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ തൈരിനകത്ത് കാന്താരിയൊക്കെ ഇട്ട് ഇടിച്ച് നല്ല സെറ്റാക്കി വെച്ച പച്ച തൈര് ഇരിപ്പുണ്ട്. അതങ്ങോട്ട് ചക്കയുടെ പുറത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. ഈ രണ്ടും കൂടി അങ്ങോട്ട് കഴിക്കണം. എന്നാ അടിപൊളി കോമ്പിനേഷനാണെന്നറിയാം.